2014 ഏത് ഡേറ്റിനാണ് ആരംഭിച്ചത്? ജൂൺ 21. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, അല്ലെ? അപ്പോ ഈ യോഗ ഡേയിലെ തീം അല്ലെങ്കിൽ അതിന്റെ ആപ്തവാക്യം എന്താണ് ഈ യോഗ ഡേയിലെ? ഒരു രാഷ്ട്രം ഒരു യോഗ, ഒരു ഹെൽത്ത്, വൺ ഹെൽത്ത് വൺ ഇത്. ഒരു രാഷ്ട്രമാണോ? രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മള് ഭാരതം അല്ലെങ്കിൽ അമേരിക്ക മാത്രാവില്ലേ? വൺ എർത്ത് ആൻഡ് വൺ അങ്ങനല്ലേ ഒന്ന് സാറേ? വൺ എർത്ത് എന്നല്ലേ പഠിച്ചത്? അതെ അതെ അതെ, യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മള് ഈ അതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, അല്ലെ? യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമ്മൾ ഇട്ടിരുന്നു. അപ്പൊ നമ്മളെല്ലാം യോഗ ചെയ്യുന്നവരാണ്. ഇപ്പോ ഇതിൽ ഏകദേശം ഒരു 19ഓളം ആൾക്കാർ ഇപ്പോ ഈ ടൈമിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യോഗയോ അല്ലെങ്കിൽ തന്ത്രയോ അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രമോ അല്ലെങ്കിൽ വേദാന്തമോ ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അന്താരാഷ്ട്ര യോഗ ദിനമാകുമ്പോൾ നമ്മൾ യോഗ ചെയ്യുന്നവരെല്ലാം അല്പസമയം നമ്മൾ ഒരുമിച്ചിരിക്കണ്ടേ? അതിനാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു അരമണിക്കൂർ സമയം നമ്മൾ ഒരു 7:35 കൂടി അത് വൈൻഡപ്പ് ചെയ്യും. യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യന്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ വികാസത്തിനുള്ള പരിണാമത്തിനുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് യോഗയെ പറ്റി പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ പലതരത്തിലുള്ള യോഗ പ്രോഗ്രാമുകളിലാണ്. നിങ്ങളുടെ ക്ലാസ്സിന് ശേഷം 8 മണിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കണം. അതിനുശേഷം വേറൊരു യാത്ര, ചേർത്തലയിലേക്കൊരു യാത്ര രാത്രി തന്നെ നടത്തണം. അപ്പം ഇന്നത്തെ യോഗ അധ്യാപകന്മാരെ അല്ലെങ്കിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെയധികം തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. കാരണം യോഗ എന്ന് പറഞ്ഞാൽ പഴയ പോലെ ആൾക്കാർക്ക് അറിയില്ലാത്തൊരു ശാസ്ത്രമല്ല. ഇന്ന് യോഗ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലും ഭാരതത്തിലും ലോകത്തെമ്പാടും യോഗശാസ്ത്രത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് യോഗയുടെ പ്രത്യേകത, അല്ലെ? ജൂൺ 5, ഈ മാസം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. 2014 ജൂൺ 21 നമ്മുടെ ഇപ്പോഴത്തെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജി അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയ ഒരു പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങളിലൂടെയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ലോകമെന്നും ആചരിക്കാൻ തുടങ്ങിയത്. ഇത് 11ാമത്തെ വർഷമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം നല്ല ഒരു യോഗ പരിശീലകനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജ്ജസ്വലതയുടെ ആ ഒരു ചുറുചുറുക്കിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യോഗ. കൃത്യമായിട്ട് യോഗ, അതേപോലെ ശരിയായ ആഹാരം, ഇതൊക്കെ ചെയ്യുന്ന ആളായിട്ടാണ് നമുക്കൊരു ഉത്തമ ഒരു യോഗിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ ഇന്ന് 11ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഗയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ ഗുണഫലങ്ങൾ എന്താണെന്ന് അറിയാം. ഇല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല. യോഗ ചെയ്യുമ്പോൾ ശാരീരികമായൊരു ഊർജ്ജസ്വലത, മാനസികമായൊരു ശാന്തത, ബൗദ്ധികമായിട്ടുള്ള ഒരു ഉണർവ്, ആത്മീയമായിട്ടുള്ള ഒരു ശക്തി, ചൈതന്യം, ഇതൊക്കെ നമുക്ക് യോഗ പരിശീലനത്തിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് യോഗ വളരെയധികം സഹായിക്കാൻ, അല്ലെ? യോഗ തെറാപ്പി എന്ന് വിളിക്കുന്ന ഒരു സിസ്റ്റം തന്നെയുണ്ട്. എന്താണ് യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ? തെറാപ്പിക്യൂസ്, അതിന്റെ ഒരു മെഡിക്കൽ സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ കൂടിയാണ് യോഗ. എന്താണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ? ഒരു മരുന്ന് നമ്മൾ ഇൻടേക്ക് ചെയ്യാതെ നമ്മുടെ ഉള്ളിലെ പ്രാണശക്തി ഉപയോഗിച്ച്, നമ്മളുടെ മനഃശക്തി ഉപയോഗിച്ച്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ശാരീരിക രോഗങ്ങളെ, മാനസിക രോഗങ്ങളെ ചെറുക്കുക. അതുകൊണ്ട് യോഗ ഇന്ന് തെറാപ്പി ആയിട്ട് ഉപയോഗിക്കുന്നു, ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നു. ഏത് പ്രായത്തിലുള്ളവർക്കും പരിശീലിക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾക്ക്, ഇപ്പൊ ഒരു 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് മുതൽ ഒരു 100 വയസ്സായിട്ടുള്ള ഒരാൾക്ക് വരെ യോഗ ചെയ്യാം. അപ്പൊ നമ്മൾ ആലോചിക്കും, 3 വയസ്സായ കുട്ടി യോഗയിൽ എന്ത് പ്രാക്ടീസ് ആണ് ചെയ്യുക, അല്ലെ? 3 വയസ്സായ കുട്ടിയെ നമ്മളെടുത്ത് മടിയിലിരുത്തി നമ്മൾ ഓംകാരം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അത് അവനെ കേൾപ്പിച്ചാൽ 3 വയസ്സിൽ യോഗ പരിശീലനമായി, അല്ലെ? യഥാർത്ഥത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്?
അല്ലെ? നമ്മുടെ യോഗ എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ കയ്യും കാലും ഉയർത്തൽ മാത്രമാണ് യോഗ. പണ്ട് ഞാനൊരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ 76 വയസ്സുള്ള ഒരു അമ്മ എന്നോട് വന്ന് ചോദിച്ചു, മോനെ എനിക്ക് 76 വയസ്സുണ്ട്, ഞാൻ ഈ 76ാമത്തെ വയസ്സിൽ ഈ കയ്യും കാലും പൊക്കി തലയൊക്കെ താഴത്ത് വെച്ച്, അതായത് ശീർഷാസനം അല്ലെങ്കിൽ കലപ്പ പോലെ വളഞ്ഞ് ഹലാസനം, വില്ല് പോലെ വലിഞ്ഞ് നിൽക്കുന്ന ധനുരാസനം, പാമ്പ് പോലെ നിൽക്കുന്ന ഭുജംഗാസനം, ഇതൊക്കെ ഞാൻ എങ്ങനെ ഈ 76ാമത്തെ വയസ്സിൽ ചെയ്യും? അമ്മയുടെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയായിരുന്നു യോഗ എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങൾ മാത്രമാണ്. ഈ ഒരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിനുണ്ട്. യോഗാസനം എന്ന് പറഞ്ഞാൽ യോഗയിൽ ഒരു പരിശീലനം മാത്രമാണ്. നമ്മൾ യോഗ പഠിച്ചവർക്കറിയാം, യോഗയെ വളരെ വലിയ ഒരു വൃക്ഷമായി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന് അനേകം ശാഖകൾ ഉണ്ടെന്നാണ്. ശാഖോപശാഖകളുള്ള ഒരു ശാസ്ത്രമാണ് യോഗ. അതിലെ ഒരു ശാഖയാണ് യോഗ വ്യായാമങ്ങൾ, അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ, അല്ലെങ്കിൽ വ്യായാമിക് വിജ്ഞാൻ, അല്ലെങ്കിൽ സർവാംഗ വ്യായാമിക് എന്നൊക്കെ വിളിക്കുന്ന ലളിതമായിരിക്കുന്ന പരിശീലനങ്ങൾ അതിന്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണെന്ന് നമുക്ക് പറയാം. അല്ലെ? നമ്മളെ കൈകൾക്ക്, കാലുകൾക്ക്, നട്ടെല്ലിന്, കഴുത്തിന്, കണ്ണുകൾക്ക് യോഗ ചെയ്യാനുള്ള കരുത്തും കഴിവും വഴക്കവും നൽകുന്ന പ്രാഥമിക വ്യായാമങ്ങളാണ് യോഗ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമിക് യോഗ് എന്നൊക്കെ വിളിക്കുന്ന ആദ്യഘട്ട പരിശീലനങ്ങൾ. അത് യോഗയുടെ ഒരു ബ്രാഞ്ചാണ്. യോഗ എന്ന മഹാവൃക്ഷത്തിന്റെ ഒരു ശിഖരമാണ് യോഗ വ്യായാമങ്ങൾ എന്ന് പറയും. അങ്ങനെ യോഗ വ്യായാമങ്ങൾ ചെയ്ത് ഒരു ബലമുള്ള, കരുത്തുള്ള ഒരു ശരീരവും, കഴിവുള്ള ഒരു ശരീരവും, വഴക്കമുള്ള ഒരു ശരീരവും, ഇത് മൂന്നും യോഗ പ്രാക്ടീസിന് അനിവാര്യമാണ്. കരുത്ത് വേണം, കഴിവ് വേണം, വഴക്കം വേണം. യോഗാസനങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ മസ്റ്റാണ്. അങ്ങനെ യോഗിക് എക്സസൈസുകളിലൂടെ നമ്മളുടെ കൈകളും കാലുകളും നട്ടെല്ലും കഴുത്തും ഒക്കെ ഫ്ലെക്സിബിൾ ആയതിനു ശേഷമാണ് നമ്മൾ യോഗയിലെ അടുത്ത ഘട്ടമായിരിക്കുന്ന സൂര്യ നമസ്കാരം, ചന്ദ്ര നമസ്കാരം, അനങ്കരതി നമസ്കാരം പോലെയുള്ള നമസ്കാര ക്രിയകൾ ചെയ്യുക. സൂര്യ നമസ്കാരം അതുല്യമായൊരു പരിശീലനമാണ്. ആ പരിശീലനം ചെയ്താൽ തന്നെ ബാഹ്യവും ആന്തരികവുമായ നമ്മളുടെ അവയവങ്ങൾക്ക്, ബാഹ്യാന്തരിക അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്താണ് കൈയും കാലും ഒക്കെ നമുക്ക് പുറത്താണുള്ളത്, അല്ലെ? ആന്തരിക അവയവങ്ങളുണ്ട്. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, ആർട്ടറീസ്, വെയിൻസ്, ഗ്ലാൻസ്, ഇതൊക്കെ ആന്തരിക അവയവങ്ങളാണ്. യോഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ലാക്റ്റിക് അമ്ലം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും, അല്ലെ? കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ യോഗയുടെ പ്രത്യേകത എന്താ? ഒരിക്കലും ഹാർഡായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ശാന്തമായി, സ്വസ്ഥമായി, ഒരാളുടെ ആരോഗ്യസ്ഥിതി, അയാളുടെ പ്രായം, അയാളുടെ രോഗാവസ്ഥ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുക. അപ്പൊ ഒരിക്കലും നമ്മളുടെ ബാഹ്യാന്തരിക അവയവങ്ങൾക്ക് കേടുപറ്റത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിന് വളരെയധികം ക്ഷീണം വരത്തക്ക രീതിയിൽ ഒരു യോഗിക് പ്രാക്ടീസുകളും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ യോഗ വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് സൂര്യ നമസ്കാരം എന്ന അതുല്യമായ പ്രാക്ടീസുകളിലേക്ക് പോകും. പിന്നീട് ചന്ദ്ര നമസ്കാരം, അനങ്കരതി നമസ്കാരം പോലെയുള്ള നമസ്കാര ടെക്നിക്കുകളുണ്ട്. എന്നിട്ട് കുറെ കൂടി ശരീരം ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ യോഗാസനങ്ങളിലേക്ക് വരിക. മൃദു യോഗാസനങ്ങളുണ്ട്, വിഷമ യോഗാസനങ്ങളുണ്ട്, കഠിന യോഗാസനങ്ങളുണ്ട്. യോഗാസനങ്ങളുടെ പോസ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി മലർന്നു കിടന്ന് ചെയ്യുന്ന യോഗാസനങ്ങൾ, ഉദാഹരണത്തിന് അർദ്ധമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, പവനമുക്താസനം, നൗകാസനം, ഇതൊക്കെ മലർന്നു കിടന്ന് ചെയ്യുന്ന യോഗാസനങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ മലർന്നു വീഴും, പിന്നീട് സാവധാനം ചരിയും, അല്ലെ? പിന്നീട് കമഴ്ന്നു വീഴും, പിന്നീട് മുട്ടയെ കുത്തി നിൽക്കും, പിന്നീട് എഴുന്നേറ്റ് നിൽക്കും, പിന്നീട് അവൻ തലകുത്തി നിൽക്കുന്ന കാണാം. ഇതേ രീതി യോഗാസനങ്ങൾക്കുണ്ട്. നമ്മൾ മലർന്നു കിടന്ന് ചെയ്യുന്ന യോഗാസനം ഞാൻ ഈ പറഞ്ഞതിന് ഉദാഹരണമാണ്. ചരിഞ്ഞു കിടന്ന് ചെയ്യുന്ന യോഗാസനമുണ്ട്, അനന്താസനം അല്ലെങ്കിൽ അനന്ത ശയനാസനം എന്ന് പറയും. കമഴ്ന്നു കിടന്ന് ചെയ്യുന്ന യോഗാസനങ്ങളുണ്ട്, അർദ്ധമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, ഭുജംഗാസനം, ധനുരാസനം, ഇതൊക്കെ കമഴ്ന്ന നിലയിൽ ചെയ്യുന്നതാണ്. നമ്മളുടെ ഈ പാർട്ട്, അതായത് നമ്മളുടെ നാഭി മുതൽ ശിരസ് വരെയുള്ള ഭാഗത്തെ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന യോഗാസനമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഭുജംഗാസനം അതിനൊരു ഉദാഹരണമാണ്. 2 ഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന ധനുരാസനം ഉണ്ട്, അതായത് അപ്പർ ബോഡിയെയും ലോവർ ബോഡിയെയും ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന. പിന്നെ മുട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന വിവിധ യോഗാസനങ്ങളുണ്ട്. വജ്രാസന നിലയിൽ ചെയ്യുന്ന ശശാസനം, ശശാങ്കാസനം, ശശാങ്ക വിശ്രമാസനം, ഉഷ്ട്രാസനം പോലെയുള്ള ആസനങ്ങൾ ആ മുട്ടുകുത്തി, മാർജാരിയാസനം, വ്യാഘ്രാസനം, ഇതൊക്കെ മുട്ടുകുത്തി നമ്മൾ ഇരുന്ന് ചെയ്യുന്ന പ്രാക്ടീസുകളാണ്, അല്ലെ? തല കീഴായി ചെയ്യുന്ന യോഗാസനങ്ങളുണ്ട്. വിപരീതകരണി, സർവാംഗാസനം, യോഗാസനങ്ങളുടെ ചക്രവർത്തിയായിരിക്കുന്ന ശീർഷാസനം, ഇതൊക്കെ തല കീഴായി നിന്ന് ചെയ്യുന്ന
യോഗാസനങ്ങളാണ്. അപ്പോ മലർന്നു കിടന്ന് ചെയ്യുന്നത്, ചരിഞ്ഞു കിടന്ന് ചെയ്യുന്നത്, കമഴ്ന്ന് ചെയ്യുന്നത്, മുട്ടിൽ നിന്ന് നാൽക്കാലി അല്ലെ ആ പോസ്റ്ററിൽ ചെയ്യുന്നത്, പിന്നെ തല കീഴായി നിന്ന് ചെയ്യുന്നത്, അങ്ങനെ വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ പലർക്കും യോഗ എന്ന് പറയുമ്പോൾ ഈ യോഗാസനങ്ങൾ എന്ന് മാത്രമാണ് അറിയുക. യോഗാസനങ്ങൾ അതുല്യമാണ് അല്ലെ. ഒരു വരി തന്നെയുണ്ട്, നമ്മളുടെ ഇരിപ്പ്, നമ്മളുടെ പോസ്റ്റർ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതാണ് സ്ഥിരം സുഖം ആസനം എന്ന് യോഗിമാര് പറയുന്നത്. ആദ്യം നിങ്ങൾ ഇരിക്കാൻ പഠിക്കുക. ഇന്ന് വളരെ പ്രയാസമാണ്. നമ്മളിൽ ഇപ്പൊ ഇന്ന് പങ്കെടുക്കുന്ന എത്ര പേർക്ക് ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കാൻ പറ്റുമെന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക അല്ലേ. നമുക്ക് പലർക്കും പറ്റില്ല, കാരണം നമ്മളുടെ കാലുകൾക്ക് വഴക്കമില്ല. പഴയ കാലത്തെ മനുഷ്യന്റെ ശാരീരിക അധ്വാനമോ അവരുടെ വ്യായാമിക രീതിയോ നമുക്ക് ഇന്ന് ആധുനിക കാല മനുഷ്യന് ഇല്ല. നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, പക്ഷെ വ്യായാമം പലപ്പോഴും അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സ്വതവേ കൈകൾക്ക്, കാലുകൾക്ക്, നട്ടെല്ലിന് കിട്ടേണ്ട വ്യായാമങ്ങൾ പോയി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അറിയാം. നമുക്ക് മുമ്പുള്ള തലമുറ, അല്ലെങ്കിൽ ഇതിലുള്ള കുറച്ച് പ്രായമായവരുടെ തലമുറ, ഒരു 50 വയസ്സൊക്കെ ആയവരുടെ തലമുറ, നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ വീടുകളിൽ പഴയകാല കുടുംബ വ്യവസ്ഥയിലൊക്കെ സ്ത്രീകൾക്ക് സ്വാഭാവികമായി വ്യായാമം ലഭിക്കുന്ന വീട്ടുജോലികൾ ഉണ്ടായിരുന്നു. മുറ്റമടി അല്ലെ, വെള്ളം കോരൽ, രജ്ജുകർഷണാസനം എന്നാണ് യോഗയിൽ ഒരു ആസനമുണ്ട്. കപ്പി കയറിങ്ങനെ വലിക്കൽ, രജ്ജുകർഷണാസനം എന്ന് പറയും. അതുപോലെ തന്നെ ചാക്കി ചലനാസനം എന്ന് പറയുന്ന ആസനം, നമ്മൾ ഉഴുന്നാട്ടൽ അല്ലേ, അതേപോലെ അരക്കൽ, ഇതൊക്കെ കൊണ്ട് നാച്ചുറലി എന്തിന് നെല്ലുകുത്തൽ, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ശരീരത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സ്വാഭാവികമായ വ്യായാമങ്ങളായിരുന്നു അല്ലെ. നമ്മൾ അത്യന്താധുനിക യുഗത്തിലേക്ക് വന്നപ്പോ നമ്മൾ പോലും വെള്ളത്തിനെ പറ്റി ചിന്തിക്കേണ്ട, മോട്ടോർ ഓട്ടോമാറ്റിക്കലി ഓണാകും ഓഫാകും അല്ലെ. നമ്മൾ ഇതിന്റെ ഒക്കെ അരക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും, ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ട് നമ്മൾ അരയ്ക്കുന്നു. അപ്പൊ സ്വാഭാവികമായി മനുഷ്യ ശരീരത്തിന് ലഭിക്കേണ്ട വ്യായാമങ്ങളില്ല. പഴയ കാലത്ത് പുരുഷന്മാര് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിന് നല്ല രീതിയിലുള്ള വ്യായാമം കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആധുനിക കാലത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ സാമൂഹ്യ വ്യവസ്ഥിതി മാറി, നമ്മളുടെ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും അസുഖങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. നമുക്ക് ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ ശരിയായ ആഹാരം വേണം, ശരിയായ വ്യായാമം വേണം, ശരിയായ ശ്വസനം വേണം, ശരിയായ വിശ്രമം വേണം, ശരിയായ പ്രകൃതിബന്ധം വേണം. ഇത്രയും ഉണ്ടെങ്കിലേ പഞ്ചഭൂതാത്മകമായ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കൂ. ഇതിൽ എന്തെങ്കിലും ഭാഗങ്ങളിൽ കുറവുണ്ടാകുമ്പോൾ അതിന് അസുഖമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് കാലിന് വ്യായാമം ഇല്ല അല്ലെ. പക്ഷെ യോഗ പഠിച്ചവർക്കറിയാം, കാലൊക്കെ വളച്ചും ഒടിച്ചും തിരിച്ചും കഴുത്തേലും ഒക്കെ കയറ്റി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം കൊടുത്താൽ നമ്മുടെ ശരീരം ഏത് രീതിയിൽ നമുക്ക് വഴക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ അതിന് സമയം കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാൽ, യോഗ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഈ കയ്യും കാലും ഉയർത്തുന്ന അല്ലെങ്കിൽ തിരിക്കുന്ന വളയ്ക്കുന്ന യോഗാസനങ്ങളാണ് യോഗ എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, യോഗാസനങ്ങൾ എന്ന് പറയുന്നത് യോഗയിലെ ഒരു ബ്രാഞ്ചാണ്. അതാണ് യോഗ വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ, പിന്നെ പ്രാണായാമങ്ങൾ, മന്ത്ര ജപ പരിശീലനങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, യോഗബന്ധങ്ങൾ, യോഗമുദ്രകൾ, സൂക്ഷ്മയോഗ പരിശീലനങ്ങൾ, ധ്വനിയോഗ വിദ്യകൾ, നാദയോഗ വിദ്യകൾ, കുണ്ഡലിനി യോഗ വിദ്യകൾ, രാജയോഗ വിദ്യകൾ, കർമ്മയോഗ വിദ്യകൾ, ഭക്തിയോഗം, അങ്ങനെ വിവിധ യോഗങ്ങൾ യോഗശാസ്ത്രത്തിലുണ്ട്. ഈ 76 വയസ്സായ അമ്മമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ കൈയും കാലും പൊക്കി വളയ്ക്കുകയൊന്നും വേണ്ട, നമുക്ക് ഫിസിയോതെറാപ്പി പോലെ ചില ടെക്നിക്സ് പഠിക്കാമെന്ന് പറഞ്ഞ അന്ന് ഞാൻ സർവാംഗ വ്യായാമിക് യോഗ ചെറിയ പരിശീലനങ്ങളാണ് പഠിപ്പിച്ചത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ അമ്മ വളരെ കഠിനമായിരിക്കുന്ന മേരുദണ്ഡാസനങ്ങൾ വരെ ഈസി ആയിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ വേണമെങ്കിൽ ചക്ക വേരിലും കാക്കുമെന്ന് പറഞ്ഞാൽ 76 വയസ്സുള്ള അമ്മയ്ക്ക് ബോഡി ഫ്ലെക്സിബിൾ ആക്കാമെങ്കിൽ നമുക്കും സാധ്യമാണ്. ഇതിനെന്താണ് വേണ്ടത്? യോഗ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതായത് ദിവസവും ഒരു 30 മിനിറ്റ് സമയം യോഗ പരിശീലനങ്ങൾക്ക് കൊടുക്കണം. യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ സമഗ്രമായി ശരീരത്തെ പരിശീലിപ്പിക്കുന്ന യോഗ വ്യായാമങ്ങളും യോഗാസനങ്ങളും ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാണായാമങ്ങൾക്കായിട്ട് സമയം കൊടുക്കണം, ജപത്തിനായിട്ട് സമയം കൊടുക്കണം, ധ്യാനത്തിനായിട്ട് സമയം കൊടുക്കണം. ഇത്രയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ശരീരത്തിന് വഴക്കം കിട്ടും. അതാണ് യോഗ വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ. പ്രാണായാമം ചെയ്യുക വഴി ആന്തരിക ശരീരം, നമ്മുടെ പ്രാണശരീരം, ആസ്ട്രൽ ബോഡി ആക്ടിവേറ്റ് ആവും. അപ്പൊ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ജപവും ധ്യാനവും മനസ്സിനെയും ബുദ്ധിയെയും സൂക്ഷ്മത ഉള്ളതാക്കി മാറ്റും. പിന്നീട് നമ്മളുടെ ആത്മശക്തിയെ, നമ്മളുടെ കുണ്ഡലിനി ശക്തിയെ ഉണർത്താനായിട്ട്, ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് യോഗ കൊണ്ട് സാധിക്കും.
അപ്പൊ നമ്മളുടെ റൊട്ടീൻ ഒരു ദിവസം തുടങ്ങുന്നത് യോഗ ചെയ്തുകൊണ്ടായിരിക്കണം, ഒരു ദിവസം അവസാനിക്കുന്നതും യോഗ ചെയ്തുകൊണ്ടായിരിക്കണം. അയ്യോ, യോഗിക് ലൈഫ് എന്ന് പറയും. യോഗ ചെയ്യുന്ന 1 മണിക്കൂർ മാത്രമല്ല നമ്മൾ യോഗിയാകേണ്ടത്. എൻറ്റയർ ലൈഫ്, ഡേ ടു ഡേ ലൈഫിൽ ആ രാവിലെ ചെയ്ത യോഗയുടെ ശക്തിയെ, ചൈതന്യത്തെ, ആനന്ദത്തെ, ആരോഗ്യത്തെ, സന്തോഷത്തെ നമുക്ക് നിറയ്ക്കാൻ കഴിയണം. ഇന്നത്തെ മനുഷ്യർ പലരും തൃപ്തരല്ല. ഒരുപാട് പൈസ ഉണ്ടെങ്കിലും അവർക്ക് എന്തോ ഒരു അതൃപ്തിയുള്ളവരാണ്. പൈസ കൊണ്ട് മാത്രം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമോ? ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ എന്നും അസുഖമാണ്. അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകുമോ? ഒരുപാട് പൈസ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എന്നും മനസ്സിന് അസ്വസ്ഥതകളാണ്. ജീവിതത്തിൽ സുഖം ഉണ്ടാകുമോ? ഇല്ല. പണം ഒരു ഘടകമാണ് ജീവിതത്തിൽ, എങ്കിലും ശരിയായ ആരോഗ്യം ജീവിതത്തിന് വേണം. എന്താണ് ശരിയായ ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ശരീരവും മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യവും ശരിയായി ഉണർന്ന് ഉയർന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു സന്തോഷം. ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ബുദ്ധിപരമായ ആരോഗ്യം. ഇതിന് ഏറ്റവും നല്ല മാർഗമാണ് യോഗ. കാരണം യോഗ കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ ശരീരത്തിനാവശ്യമായ വ്യായാമങ്ങൾ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി, പ്രായം, രോഗാവസ്ഥ അനുസരിച്ചുള്ള അനേക പരിശീലനങ്ങളുണ്ട്. എല്ലാവരും ഹലാസനം ചെയ്യേണ്ട, എല്ലാവരും ശീർഷാസനം ചെയ്യേണ്ട. ശീർഷാസനം നല്ലതാണ് എന്ന് കരുതി ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാള് രാവിലെ എഴുന്നേറ്റ് എന്നാ ഞാൻ ഇന്ന് ശീർഷാസനം ചെയ്തേക്കാം, അല്ലെ ശീർഷാസനം ചെയ്താൽ യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ്, എല്ലാ അവയവങ്ങൾക്കും കിട്ടുമെന്ന് വെച്ചാലോ അപകടം സംഭവിക്കും. നട്ടെല്ലിന്റെ ഡിസ്ക് ബൾജിങ് ഉള്ള ഒരാള് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ആസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മേരുദണ്ഡാസനം അയാള് ഡിസ്ക് ബൾജിങ് ഉള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാല് അല്ലേ, അത് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും രോഗാവസ്ഥയും പ്രായം പരിഗണിച്ചിട്ട് ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം യോഗാസനങ്ങൾ ചെയ്യണം. യുവാക്കളാണ്, യുവതികളാണ്, മറ്റു രോഗങ്ങളില്ലെങ്കിൽ ഏത് യോഗാസനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ പ്രായത്തിന്റെ അവശതകൾ, ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റു രോഗങ്ങളെ കുറിപ്പ്, ഒരു ഹെർണിയ പേഷ്യന്റിനോട്, ഇപ്പൊ നിങ്ങളൊരു യോഗ ടീച്ചർ ആണെങ്കിൽ ഒരു ഹെർണിയ പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരികയാണ്, എന്നാൽ നമുക്ക് ഉഷ്ട്രാസനം ചെയ്യാമെന്നും പറഞ്ഞിരുന്നാലോ ഹെർണിയ പൊട്ടിപ്പോവും അല്ലെ. അപ്പൊ അത് വിവേചന ബുദ്ധിയോടെ നമ്മൾ യോഗ പഠിപ്പിക്കണം. വിവേചന ബുദ്ധിയോടെ ജീവിതത്തിൽ യോഗ നമ്മൾ ചെയ്യണം. പക്ഷെ അതിനാണ് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയോടെ ക്രമികമായി യോഗ പഠിച്ചു വന്നാൽ ശരീരം പൂർണ്ണ ആരോഗ്യത്തിലായിരിക്കും, മനസ്സ് പൂർണ്ണ ആരോഗ്യത്തിലായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ജീവിതശൈലി രോഗങ്ങൾ, അമിതമായ മാനസികമായ ടെൻഷൻ, അതുകൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങൾ, സൈക്കോസോമാറ്റിക് ഡിസീസസ്, ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ യോഗ നമ്മളെ സഹായിക്കും. അപ്പൊ ഈ യോഗ ഡേയിലെ സന്ദേശം പറയുന്നത് പോലെ ഒരു ആരോഗ്യമുള്ള ഒരു ഭൂമി, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ഭൂമി, ഒരേ ഭൂമി ഒരേ മനസ്സുള്ള ഒരു ആരോഗ്യം എന്ന് പറയും. അതായത് ഭൂമിയെയും ആരോഗ്യത്തെയും പറ്റിയാണ് പറയുന്നത് അല്ലെ. ഭൂമി ആരോഗ്യപൂർവ്വം നിലനിൽക്കണം, എങ്കിലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവൂ. നമ്മൾ ആരോഗ്യപൂർവ്വം നിലനിന്നാലേ ഭൂമിയുടെ പരിപോഷണവും. ഇത് പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് പെറ്റമ്മയുമുണ്ട് പോറ്റമ്മയുമുണ്ട്. പെറ്റമ്മ നമുക്കറിയാം, പോറ്റമ്മ ആരാ? നമ്മുടെ ഭൂമിയാണ്. അപ്പൊ യോഗ ചെയ്യുന്നതിനൊപ്പം തന്നെ ഭൂമിയെ സംരക്ഷിക്കുക. എന്താ ഭൂമിയെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ സസ്യലതാദികളെ, വൃക്ഷങ്ങളെ, ജലത്തെ, വായുവിനെ നമ്മളാൽ മലീമസമാക്കാതിരിക്കുക. മറ്റൊരു ജീവിയും ഈ ഭൂമിയെ ഇത്രയും അധികം ചൂഷണം ചെയ്യുന്നില്ല, അസ്ഥിരപ്പെടുത്തുന്നില്ല അല്ലെ. ഇപ്പൊ തന്നെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ടെൻഷനോടെയാണ് ജീവിക്കുക അല്ലെ. യുദ്ധങ്ങള് യൂറോപ്പില്, അതേപോലെ പല സ്ഥലങ്ങളിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് മിസൈല് വരുന്നതെന്നറിയാതെ പേടിച്ച് ജീവിക്കുന്നവരാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ഇടയ്ക്കൊന്ന് പേടിച്ചിരുന്നു, എങ്കിലും ഇങ്ങോട്ടടിച്ചാൽ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഭാരതത്തിനുള്ളത് കൊണ്ട് ശത്രു പേടിച്ചു. അവർ 2 ദിവസം കൊണ്ട് അയൽരാജ്യം മടങ്ങിപ്പോയെന്ന് നമുക്കറിയാം. അത്ര ശക്തമാണ് ഇന്നത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ. ഭൗതികമായും ആത്മീയമായും അതിപ്രബലമാണ് നമ്മളുടെ ഭാരതം. അപ്പൊ നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, നിത്യവും ജീവിതത്തിൽ 1/2 മണിക്കൂറെങ്കിലും ഞാൻ യോഗ പരിശീലിക്കും. ഓക്കെ. ഒപ്പം യോഗയെ മറ്റുള്ളവരിലേക്ക് കൂടി പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യോഗയുടെ പല ടെക്നിക്കുകൾ, ധ്യാന വിദ്യകൾ, പ്രാണായാമ വിദ്യകൾ, കുണ്ഡലിനി ക്രിയാ പരിശീലനങ്ങൾ, തന്ത്രയോഗ പരിശീലനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ യോഗ ഡേയിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? ദിവസവും ഞാൻ 1/2 മണിക്കൂറെങ്കിലും, 1 മണിക്കൂർ, 2 മണിക്കൂർ ഞാൻ യോഗ ചെയ്യും. കിടക്കുന്ന സമയവും എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. ശാന്തവും സ്വസ്ഥവുമായ മനസ്സോടെ ഉറങ്ങാൻ കിടക്കുക. ശാന്തവും സ്വസ്ഥവുമായ മനസ്സോടെ ഒരു ദിവസം തുടങ്ങുക. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ യോഗ ചെയ്യുക, ഒരു ദിവസത്തിന്റെ ഒടുക്കത്തിലും അവസാനത്തിലും യോഗ ചെയ്യുക. അങ്ങനെ സദാ
ഒരു യോഗിക് ലൈഫ്, ഊർജ്ജസ്വലമായ ഒരു ശരീരം, ശാന്തമായ മനസ്സ്, സൂക്ഷ്മതയുള്ള ബുദ്ധി, ഈശ്വരാനന്ദം നിറഞ്ഞു നിൽക്കുന്ന, ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, കുണ്ഡലിനി ശക്തി ഉണർന്നു വരുന്ന ആ ഒരു ആത്മചൈതന്യവും നമുക്ക് യോഗയിലൂടെ പറ്റും. അപ്പൊ നമുക്കൊരു 1-2 ചെറിയ പ്രാക്ടീസുകൾ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, 7:35 നമുക്കിത് നിർത്തണം. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ലളിതമായ ഒരു പ്രാണായാമവും ഒരു ഓംകാര മെഡിറ്റേഷനും പിന്നെ ഒരു ശ്വാസധ്യാന വിദ്യയുമാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സുഖകരമായിട്ടിരിക്കുക, നട്ടെല്ല് നിവർത്തി ഇരിക്കുക, കൈകൾ 10 കൈവിരൽ തുമ്പുകളും ഒന്നിങ്ങനെ ടച്ച് ചെയ്യുക, 10 കൈവിരൽ തുമ്പുകളും ടച്ച് ചെയ്യുക. നമ്മളുടെ ടെക്നിക്കുകളൊക്കെ പഠിച്ചവർക്കറിയാം, പഞ്ചഭൂത മുദ്ര എന്ന് പറയും. 10 കൈവിരൽ തുമ്പും ടച്ച് ചെയ്ത് മടിയിൽ വെക്കുക. ഓക്കെ, കണ്ണടയ്ക്കുക. ആദ്യം നമ്മളൊന്ന് പുഞ്ചിരിക്കുക. നമുക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി. എല്ലാവരും ടെൻഷനിലാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മളൊന്ന് പുഞ്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാലിന്റെ അടിവശം മുതൽ മുകൾ വശം വരെ, ബോട്ടം ടു ടോപ്പ് ബോഡി ഒന്ന് അവെയർ ചെയ്യുക. ഇരുപാദങ്ങളെ മനസ്സിലൊന്ന് കാണുക, റിലാക്സ്. മുട്ടുവരെയുള്ള ശരീരഭാഗത്തെ മനസ്സിലൊന്ന് കാണുക, റിലാക്സ്, ആ ഭാഗം വിശ്രമിക്കുന്നു. അരക്കെട്ട് വരെയുള്ള ശരീരഭാഗത്തെ മനസ്സുകൊണ്ടൊന്ന് കാണുക, ആ ശരീരഭാഗങ്ങൾ വിശ്രമത്തിലാണ്. കഴുത്ത് വരെയുള്ള ശരീരഭാഗങ്ങളെ, അബ്ഡോമിൻ, ലോവർ ബാക്ക്, ചെസ്റ്റ്, അപ്പർ ബാക്ക്, ആംസ്, ഷോൾഡേഴ്സ്, നെക്ക്, ആ ശരീരഭാഗം വിശ്രമത്തിലാണ്. ശിരസിനെ ഒബ്സർവ് ചെയ്യുക. ചിൻ, ചീക്സ്, ലിപ്സ്, നോസ്, ഐസ്, ഐബ്രോസ്, ഇയേഴ്സ്, ഫോർഹെഡ്. അടി മുതൽ മുടി വരെയുള്ള എൻ്റെ എല്ലാ ശരീരാവയവങ്ങളും വിശ്രമത്തിലാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഞാൻ വിശ്രമത്തിലാണ്. നന്നായി ഒന്ന് പുഞ്ചിരിക്കുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുക. ആ എടുത്ത ബ്രീത്തിനെ വായിലൂടെ ഹകാര ശബ്ദത്തിൽ വിടണം. വാ തുറന്ന് ഹകാരയിൽ വിടണം. അപ്പൊ വയറൊട്ടും. ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുമ്പോൾ നെഞ്ച് വികസിക്കും. ഹകാരയിൽ വായിലൂടെ വിടുക. അപ്പൊ വയറൊന്നൊട്ടണം. വീണ്ടും ബ്രീത്ത് എടുക്കുക. പുഞ്ചിരിയോടെ ബ്രീത്ത് എടുക്കും, നെഞ്ച് വികസിക്കും. ഹകാരയിൽ വായിലൂടെ വിടും. അപ്പൊ നമ്മൾ വയറൊന്നൊട്ടണം. ബ്രീത്ത് കയറുന്ന ശബ്ദം അറിയുക. ബ്രീത്ത് ഇൻ, ഹകാരയിൽ വായിലൂടെ വിടുക. ബ്രീത്ത് ഇൻ, വായിലൂടെ ഹകാരയിൽ വിടുക. ബ്രീത്ത് ഇൻ, മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും പുഞ്ചിരിയോടെ, വായിലൂടെ ഹകാരയിൽ വിടും പുഞ്ചിരിയോടെ. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. മൂക്കിലൂടെ, വായിലൂടെ ബ്രീത്ത് വിടുക. ഹകാരയിൽ, വീണ്ടും മൂക്കിലൂടെ ബ്രീത്ത് ഡീപ്പായി വലിക്കുക. വായിലൂടെ ഹകാര ശബ്ദത്തിൽ വിടുക. വീണ്ടും ഡീപ്പായി മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുക. ഹകാര ശബ്ദത്തിൽ വായിലൂടെ വിടുക. വീണ്ടും ഡീപ്പായി ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുക. പുഞ്ചിരിയോടെ ഹകാരയിൽ വായിലൂടെ വിടുക. ലാസ്റ്റ് റൗണ്ട്. ബ്രീത്ത് ഇൻ മൂക്കിലൂടെ, ഹകാരയിൽ വായിലൂടെ. ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്തൊരു 30 സെക്കൻഡ് സമയം കണ്ണടച്ചു തന്നെ ഇരിക്കുക. ഞാൻ ദീർഘമായി മൂക്കിലൂടെ ബ്രീത്ത് എടുത്തു, ഹകാരയിൽ വിട്ടു. ഇതിനുശേഷം എൻ്റെ ബ്രീത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖത്ത് നമുക്ക് ആ പുഞ്ചിരി ഫീൽ ചെയ്യണം. നമ്മുടെ നോർമൽ ബ്രീത്തിനെ കണ്ണടച്ച് ഒബ്സർവ് ചെയ്യണം. ശ്വാസം കയറുന്നത് മൂക്കിലൂടെ, ശാന്തമായി ശ്വാസം കയറുന്നത് നമ്മളൊന്ന് അറിയണം. പുഞ്ചിരിയോടെ അതിനറിയുക. എപ്പോഴാണോ ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നത്, ജസ്റ്റ് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇതിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഞ്ചിരിക്കണം. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ശാന്തമായി കയറുന്ന ശ്വാസത്തെ ഞാൻ അറിയണം. ഞാൻ അറിയാതെ ഒരു ബ്രീത്തും ഉള്ളിലേക്ക് കയറരുത്. കയറുന്ന ശ്വാസത്തെ ഞാൻ പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ അറിയും. ശ്വാസം പുറത്തേക്ക് പോകുന്നതിനെ ഞാൻ അറിയും, അത് പുഞ്ചിരിയോടെ ഞാൻ അറിയും. എപ്പോഴും ശ്വാസോച്ഛ്വാസ പ്രവർത്തനം ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇവിടെ നമ്മുടെ മനസ്സ് എവിടെയാണ്? ശ്വാസത്തിലാണ്, അല്ലെ? പുഞ്ചിരിയോടെ, അതായത് സന്തോഷത്തോടെ, ശാന്തമായി, ക്രമാനുഗതമായി, നാച്ചുറലായി നടക്കുന്ന മൂക്കിലൂടെ കയറുന്ന ബ്രീത്തിനെ ഞാൻ അറിയുന്നു. ശാന്തമായി, ക്രമാനുഗതമായി, സ്വാഭാവികമായി മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്ന ബ്രീത്തിനെ അറിയുക. അതായത് മൂക്കിനും മേൽ ചുണ്ടിനും ഇടയിൽ, നാസ്വാദ്വാരങ്ങൾക്കും മുകളിലത്തെ ചുണ്ടിനും ഇടയിൽ, അവിടെയാണ് ശ്വാസം തട്ടുന്നത്. ആ ഭാഗത്തെ, ആ പോയിന്റിനെ, മൂക്കിനും മേൽ ചുണ്ടിനും ഇടയിലുള്ള പോയിന്റിനെ പുഞ്ചിരിയോടെ നിരീക്ഷിക്കുക. ശ്വാസം കയറുമ്പോൾ അതിനെ അറിയുക. നമ്മൾ എടുക്കുകയോ വിടുകയോ ഒന്നും വേണ്ട. എപ്പോഴാണോ ശ്വാസം കയറുന്നത് അപ്പോൾ അതിനെ അറിയുക.
അതിനെ പുഞ്ചിരിയോടെ അറിയണം. എപ്പോഴാണ് ശ്വാസം പുറത്തേക്ക് പോകുന്നത് അതിനെ അറിയില്ല, പുഞ്ചിരിയോടെ അറിയണം. ഒരു 1/2 മിനിറ്റ് 1 മിനിറ്റ് ജസ്റ്റ് അതിനെ ഒന്ന് പുഞ്ചിരിയോടെ ഒബ്സർവ് ചെയ്യുക. കൈകൾ അങ്ങനെ വന്നിട്ട് തന്നെ വെച്ചിട്ട് പഞ്ചഭൂത മുദ്രയിൽ 10 കൈവിരൽ തുമ്പും ടച്ച് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുന്നു. ഇനി നമ്മൾ ഓം ചാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു 7 തവണ ഓം ചാൻഡ് ചെയ്യും. അതായത് ബ്രീത്ത് മൂക്കിലൂടെ നമ്മൾ ഡീപ്പായി എടുക്കും. എടുത്ത ശ്വാസത്തെ ഓംകാരനാദമായി ഒരു ബെല്ല്, ഒരു മണി അടിക്കുന്നത് പോലെ നീട്ടി ഓംകാരം നമ്മൾ പുറപ്പെടുവിക്കും. കണ്ണടച്ചിരിക്കുക, പുഞ്ചിരിയോടെ ഇരിക്കുക, മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുന്നു. ബ്രീത്ത് ഇൻ ഡീപ്ലി, ഓംകാര ഓ. വീണ്ടും ഒരു ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുക. എടുത്ത ബ്രീത്തിനെ ഓംകാരമായി വായിലൂടെ വിടുക. ഓ. ആ ഓംകാരം വായിലൂടെ പോകുമ്പോ ചെവി കൊണ്ട് നമ്മൾ അതിനെ ലിസൺ ചെയ്യണം, കേൾക്കണം. വീണ്ടും ബ്രീത്ത് എടുക്കും, മൂക്കിലൂടെ എടുക്കും, ഓംകാരമായി വായിലൂടെ വിടും. ഓ. മൂന്ന് റൗണ്ടായി. വീണ്ടും മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും. എടുത്ത ബ്രീത്തിനെ ഓംകാരമായി വായിലൂടെ വിടും പുഞ്ചിരിയോടെ. ഓ. നാല് റൗണ്ടായി. വീണ്ടും ബ്രീത്ത് മൂക്കിലൂടെ ഡീപ്പായി എടുക്കും. എടുത്ത ശ്വാസത്തെ ഓംകാരമായി വായിലൂടെ വിടും. ഓ. വീണ്ടും ബ്രീത്ത് മൂക്കിലൂടെ ഡീപ്പായി എടുക്കുക. ശ്വാസത്തെ ഓംകാരമായി വായിലൂടെ വിടുക. ഓ. വീണ്ടും ദീർഘമായി ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുക. എടുത്ത ശ്വാസത്തെ ഓംകാരമായി വായിലൂടെ വിടുക. ഓ. ഇനി ഒന്നും ചെയ്യണ്ട, കണ്ണ് തുറക്കാതെ പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. ഞാൻ ഓംകാരം ജപിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ, എൻ്റെ നട്ടെല്ലിൽ, എൻ്റെ ശിരസിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ പുറത്ത് എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു പുഞ്ചിരിയോടുകൂടി ഇരിക്കണം. പുഞ്ചിരി മായരുത്. പുഞ്ചിരി പോയാൽ വീണ്ടും പുഞ്ചിരിക്കണം. ഒരു ടാസ്ക്കാണ്. 1/2 മിനിറ്റ് 1 മിനിറ്റ് ചിരിച്ചോണ്ടിരിക്കണം. നിറഞ്ഞ പുഞ്ചിരി, വിടർന്ന പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസത്തെ അവെയർ ചെയ്യുക. ശാന്തമായി കയറുന്ന ശ്വാസത്തെ അറിയുക. ശാന്തമായി പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ നമ്മൾ അവെയർ ചെയ്യുക. എങ്ങനെയാണ് ഞാൻ ശ്വസിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ശ്വാസ ഉച്ഛ്വാസ പ്രക്രിയ ചെയ്യുന്നത്? അതിനെ എങ്ങനെ അറിയണം? വെറുതെ അറിഞ്ഞാൽ പോരാ, പുഞ്ചിരിയോടെ അറിയണം. പുഞ്ചിരി മായാതെ അകത്തേക്ക് കയറുന്ന പ്രകൃതിയിലെ ആ ഒരു ശ്വാസത്തെ, പ്രകൃതിയുടെ താളത്തെ, നമ്മളുടെ ജീവവായുവിനെ നമ്മൾ അറിയുക. ശ്വാസം കയറുന്നത് ഞാൻ അറിയുന്നു പുഞ്ചിരിയോടെ. ശ്വാസം പുറത്തേക്ക് പോകുന്നതിനെ ഞാൻ അറിയുന്നു പുഞ്ചിരിയോടെ. 1/2 മിനിറ്റ് 1 മിനിറ്റ് പുഞ്ചിരിയോടെ അതിനെ ധ്യാനിക്കുക. ശ്വാസത്തെ അറിയുക. അകത്തേക്ക് കയറുന്ന ബ്രീത്തിനെ പുഞ്ചിരിയോടെ അവെയർ ചെയ്യുക. പുറത്തേക്ക് ശാന്തമായി പോകുന്ന ബ്രീത്തിനെ പുഞ്ചിരിയോടെ അവെയർ ചെയ്യുക. നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിൽ ഒരു വൈബ്രേഷൻ, സെൻസേഷൻ, പ്രാണൻ നമ്മുടെ ചക്രങ്ങളിലൂടെ പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇരമ്പൽ പോലെ, ഒരു മൂളൽ പോലെ, അല്ലെങ്കിൽ ചില തരംഗങ്ങൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ആനന്ദം, ഒരു ശക്തി, ഒരു ചൈതന്യം, ഒരു വെളിച്ചം, അല്ലെങ്കിൽ ചില നാദങ്ങൾ, ദശവിധ നാദങ്ങളെ പറ്റി കുണ്ഡലിനി യോഗ രഹസ്യത്തിൽ പറയുന്നുണ്ട്. നമ്മളുടെ കുണ്ഡലിനി, നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവർ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ ചീവീടുകളുടെ കൂട്ടച്ചിലമ്പൽ, അല്ലെങ്കിൽ മുളംകാടുകളുടെ കാറ്റടിക്കുമ്പോഴുള്ള ചിലമ്പൽ, അല്ലെങ്കിൽ കടൽ, അകലെ നിന്ന് നമ്മൾ കടൽ തീരത്തേക്ക് എത്തുമ്പോഴുള്ള അകലെ നിന്നുള്ള ആ ഒരു റോറിങ്, ആ ഒരു ഹുങ്കാര ശബ്ദം, കടലിന്റെ ഇരമ്പൽ, തിരമാലകളുടെ നാദം, മണിനാദം, ശംഖനാദം, ഓംകാരനാദം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചക്രാസിലൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. കുറച്ച് ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൈകൾ നെഞ്ചിനു മധ്യേ എഴുതു പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പൊ നമ്മളൊരു പ്രാണായാമം ചെയ്തു, ഓം ധ്യാനം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മളെ എനർജൈസ് ചെയ്യാണ്. നമ്മളൊരു പ്രാർത്ഥന പറയുന്നു. നമ്മളെ കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഈ നിമിഷത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയുക. ഈ നിമിഷത്തിൽ ദിവ്യമായ പ്രാണപ്രകാശം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു.
ഈ നിമിഷത്തിൽ ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനാണ്. സ്ത്രീകൾ പറയുമ്പോൾ ഊർജ്ജസ്വലയാണ്, ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്, ആനന്ദവാനാണ്, ആനന്ദവതിയാണ്. ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഈ നിമിഷത്തിൽ ദിവ്യമായ പ്രാണപ്രകാശം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ നിമിഷത്തിൽ ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനാണ്, ആരോഗ്യവാനാണ്, ആനന്ദവാനാണ്. ഈ നിമിഷത്തിൽ ദിവ്യമായ പ്രാണപ്രകാശം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ നിമിഷത്തിൽ ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനാണ്, ആരോഗ്യവാനാണ്, ആനന്ദവാനാണ്. നമ്മുടെ ഉള്ളിൽ ഊർജവും ആരോഗ്യവും ആനന്ദവും നിറയുന്നത് അറിയുക. കുറെ സമയം കൂടി കൈകൾ ആ പ്രണാമത്തിൽ മുദ്രയിൽ നിന്ന്, അഞ്ജലി മുദ്രയിൽ നിന്ന് 10 കൈവിരൽ തുമ്പുകളും ടച്ച് ചെയ്ത നമ്മളുടെ പഞ്ചഭൂത മുദ്രയിലേക്ക് മാറ്റുക, മടിയിൽ വെക്കുക. കുറെ സമയം കൂടി ആ ശ്വാസത്തെ നിരീക്ഷിച്ച് പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. ഓക്കെ. അപ്പൊ ഇതൊരു ലളിതമായ ഒരു മെഡിറ്റേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവരോ തന്ത്ര ചെയ്യുന്നവരോ ഒക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ലളിതമായ ഒരു ക്രിയയാണ്. വളരെ സിമ്പിൾ അല്ലേ? മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും, ഹകാരയിൽ വായിലൂടെ വിടും, ഒരു 10 എണ്ണം ചെയ്യാൻ പറയാം. എന്നിട്ട് പുഞ്ചിരിയോടെ ഇരുന്ന് ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറയാം. പിന്നെ എന്ത് പറയാ? ഒരു ബ്രീത്ത് എടുക്കുക, എടുത്ത ബ്രീത്തിനെ ഓംകാരമായി പുറത്തേക്ക് വിടാൻ പറയുക. പുഞ്ചിരിയോടെ 1/2 മിനിറ്റ് 1 മിനിറ്റ് ഇത്രയും ചെയ്താൽ നമുക്ക് ശരീരത്തിനൊരു റിലാക്സും മനസ്സിനൊരു റിലാക്സേഷനും ഉണ്ടാകും എന്നുള്ളതാണ്. ലളിതമാണ്. ഒരു 10 മിനിറ്റോ ഒക്കെ മാത്രം വരുന്ന ഒരു ക്രിയയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ യോഗ ഡേയില് നമ്മളൊരു 75ഓളം പേര് ഇരുന്ന് നമ്മുടെ യോഗയെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ചെറിയൊരു പ്രാക്ടീസ് ചെയ്തു. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസുകൾ തുടരുക. കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവര്, തന്ത്ര ചെയ്യുന്നവര്, വജ്രശക്തികല ചെയ്യുന്നവര്, ആയുഷ്കല ചെയ്യുന്നവര് ആ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ കോഴ്സുകൾ പഠിക്കാൻ. അപ്പൊ എന്തായാലും സന്തോഷം. എനിക്ക് മറ്റൊരു പ്രോഗ്രാം 8 മണിക്കുള്ളത് കൊണ്ട്, നമ്മളിന്ന് യോഗ ഡേ ആയതുകൊണ്ട് നമ്മൾ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ ഇതിൽ നമ്മളൊന്ന് ഇരുന്നാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, യോഗദിന ആശംസകൾ. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. നന്ദി ഗുരുജി. ഓം ശാന്തി.